ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാന് ശേഷം ജെയിംസ് ഗൺ DC ഏറ്റെടുത്ത ശേഷം പുറത്തിറങ്ങുന്ന ആദ്യ സൂപ്പർ ഹീറോ മൂവിയായ സൂപ്പർമാൻ ജൂലൈ 11 തിയേറ്ററിൽ എത്തുകയാണ്. സാക്ക് സ്നൈഡർ ചെയ്തു വെച്ച DC മൂവികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി വളരെ കളർഫുള്ളായാണ് ജെയിംസ് ഗൺ ഈ പടം ചെയ്തിട്ടുള്ളത് എന്ന് ഇതിനകം ഇറങ്ങിയ ട്രെയിലറുകളിൽ നിന്നും നമുക്ക് മനസ്സിലായതാണ്. സൂപ്പർമാനെ കൂടാതെ ചെറുതും വലുതുമായ മറ്റ് സൂപ്പർ ഹീറോകളുടെ ഒരു നീണ്ട നിര തന്നെ ഇതിലുണ്ട്. സൂപ്പർമാൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ജെയിംസ് ഗൺ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ട്രിലോജി മൂവീസ്, DC യൂണിവേഴ്സിലെ സൂയിസൈഡ് സ്ക്വാഡ് മൂവി, പീസ് മേക്കർ ടെലിവിഷൻ സീരീസ് എന്നീ പ്രൊജക്റ്റുകളിലൂടെ ശ്രദ്ധേയനായ ഹോളിവുഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ഓഫ് സൂപ്പർ ഹീറോ മൂവീസ്. 2022 ജെയിംസ് ഗൺ DC സ്റ്റുഡിയോസിൻ്റെ CEO സ്ഥാനം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം CEO ആയ ശേഷം ആദ്യം അനൗൺസ് ചെയ്ത DC മൂവിയാണ് സൂപ്പർമാൻ. ഹെൻറി കാവിലിനെ മാറ്റി സൂപ്പർമാനായി ഡേവിഡ് കോറൻസ്വെറ്റിനെ അനൗൺസ് ചെയ്തതു മുതൽ വൻ വിമർശനങ്ങൾക്കാണ് ജെയിംസ് ഗൺ തിരികൊളുത്തിയത്. ഇപ്പോഴും റീസ്റ്റോർ സ്നൈഡർവേഴ്സ് എന്ന ക്യാമ്പയിനുമായി ഒരു കൂട്ടം ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം തുടരുന്നുണ്ടെങ്കിലും ഈ പടത്തോടെ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടി കൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ജെയിംസ് ഗൺ. ഇനി പടത്തിലെ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗിലേക്ക് വന്നാൽ കിർക്ക് അലൈൻ, ജോർജ് റീവ്സ്, ക്രിസ്റ്റഫർ റീവ്, ബ്രാൻഡൻ റോത്ത്, ടൈലർ ഹോയ്ച്ച്ലിൻ തുടങ്ങി ഒടുവിൽ ഹെൻറി കാവിൽ വരെ അവിസ്മരണീയമാക്കി മാറ്റിയ സൂപ്പർമാൻ വേഷം ഇതിൽ കൈകാര്യം ചെയ്യുന്നത് ഡേവിഡ് കോറൻസ്വെറ്റ് ആണ്. ഗ്ലെൻ പവൻ നായകനായി പുറത്തിറങ്ങിയ ട്വിസ്റ്റേഴ്സ് എന്ന പടത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ഡേവിഡ് കോറൻസ്വെറ്റ് ചിത്രമാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിപ്റ്റോണിൽ നിന്നും ഭൂമിയിലെത്തിയ ശേഷം ക്ലാർക്ക് കെന്റ് എന്ന പേരിൽ ഡെയിലി പ്ലാനറ്റിൽ ജോലി തുടങ്ങിയതിന് ശേഷമുള്ള കാലഘട്ടമാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇറങ്ങിയ സൂപ്പർമാൻ പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിലെ സൂപ്പർമാൻ അത്ര സ്ട്രെങ്ത് ഉള്ള ക്യാരക്ടർ അല്ല എന്ന് ഇതിനകം ജെയിംസ് ഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രെയിലറിലെ ചില ആക്ഷൻ സീക്വൻസുകളിൽ നിന്നും നമുക്കും അത് വ്യക്തമാണ്. CW സീരീസായ സൂപ്പർമാൻ ആൻഡ് ലോയിസിലെ അവസാന സീസണിലും മറ്റ് ആനിമേഷൻ സീരീസുകളുമല്ലാതെ പൊതുവെ മറ്റ് സൂപ്പർമാൻ പടങ്ങളിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത കഥാപാത്രമാണ് ക്രിപ്റ്റോ. സൂപ്പർമാൻ്റെ പെഡ്ഡോഗായ ക്രിപ്റ്റോയ്ക്കും ഇതിൽ പ്രധാന റോളുണ്ടെന്ന് ട്രെയിലറിലെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലെ റോബർട്ട്സുമായി ചേർന്നുള്ള ഫൈറ്റിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. ലോയിസ് ലെയ്ൻ ഡെയിലി പ്ലാനറ്റിലെ അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ്, സൂപ്പർമാൻ്റെ ഗേൾഫ്രണ്ട് റേച്ചൽ ബ്രോസ്നാനാണ് ലോയിസ് ലെയ്ൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ പടത്തിലെ മെയിൻ വില്ലൻ കഥാപാത്രം ലെക്സ് ലൂഥർ. മറ്റ് സൂപ്പർ ഹീറോ വില്ലനുകളിൽ നിന്നും വ്യത്യസ്തമായി സൂപ്പർ ഹീറോ പവറുകളൊന്നുമില്ലാത്തൊരു വില്ലൻ. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അറിവും രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനവുമുള്ള ഈവിൾ ബിസിനസ് മാൻ. ലൂഥർ കോർപ്പ് എന്ന കമ്പനിയുടെ CEO കൂടിയാണ് ലെക്സ് ലൂഥർ എന്ന കഥാപാത്രം. നിക്കോളാസ് ഹോൾട്ടാണ് ലെക്സ് ലൂഥറായി വേഷമിട്ടിട്ടുള്ളത്. അടുത്തത് ഗ്രീൻ ലാൻറ്റേൺ. DC യൂണിവേഴ്സിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സൂപ്പർ ഹീറോ ആണ് ഗ്രീൻ ലാൻറ്റേൺ. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഗായ് ഗാർഡനർ വേർഷൻ ഓഫ് ഗ്രീൻ ലാൻറ്റേൺ ആണ് ഇതിലുള്ളത്. മാക്സ്വെൽ ലോഡിൻ്റെ ലോഗോയുമായുള്ള യൂണിഫോമിലാണ് ഇതിൽ ഗ്രീൻ ലാൻറ്റേണെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നാഥൻ ഫിലിയൺ ആണ് ചിത്രത്തിൽ ഗ്രീൻ ലാൻറ്റേണായി എത്തുന്നത്. മിസ്റ്റർ ടെറിഫിക് ജസ്റ്റിസ് സൊസൈറ്റി ഓഫ് അമേരിക്ക ടീമിലെ മെയിൻ മെമ്പർ. കുട്ടിക്കാലത്ത് അത്ലറ്റിക് ആയിരുന്ന ഈ കഥാപാത്രം അഡ്വാൻസ്ഡ് ഇൻ്റലിജൻ്റ് ആയ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറാണ്. ടീസ്ഫെയറും ഹോളോഗ്രാഫിക് ടെക്നോളജിയുമാണ് ഈ സൂപ്പർ ഹീറോ കഥാപാത്രത്തിൻ്റെ മെയിൻ വെപ്പൺസ്. AD ഗത്തേഗിയാണ് മിസ്റ്റർ ടെറിഫിക്കായി വേഷം ചെയ്തിട്ടുള്ളത്. ഹോഗേൾ ഈജിപ്ഷ്യൻ രാജകുമാരിയായ ചയാരയുടെ പുനർജന്മമായ സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ഹോഗേൾ. മോഡേൺ വേൾഡിൽ കെൻഡ്ര സോണ്ടേഴ്സ് എന്ന ഐഡൻറ്റിറ്റിയിലാണ് ഹോഗേൾ ജീവിക്കുന്നത്. ദി ലാസ്റ്റ് ഓഫ് അസ് സീരീസിലൂടെ പ്രശസ്തയായ ഇസബെല്ല മേഴ്സഡാണ് ഹോഗേളായി എത്തുന്നത്. അടുത്ത മാസം റിലീസ് ചെയ്യുന്ന പീസ് മേക്കർ 2 ഹോഗേൾ ഒരു ശ്രദ്ധേയ കഥാപാത്രമായി എത്തുന്നുണ്ട്. മെറ്റാമെർഫോ ഔട്ട്സൈഡേഴ്സ് എന്ന സൂപ്പർ ഹീറോ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറായ ഷേപ്പ് ഷിഫ്റ്റിംഗ് സൂപ്പർ ഹീറോ ആണ് മെറ്റാമോർഫോ. റെക്സ് മേസൺ എന്ന ചെറുപ്പക്കാരനെ തൻ്റെ കാമുകിയുടെ അച്ഛൻ കെമിക്കൽ ഉപയോഗിച്ച് അപായപ്പെടുത്തുന്നതിനിടെ റേഡിയോ ആക്റ്റീവ് എലമെൻ്റായി സമ്പർക്കത്തിൽ വരികയും അതിൻ്റെ ഭാഗമായി അസാമാന്യ ശക്തികൾ ലഭിക്കുകയും ചെയ്യുന്നു. എലമെൻറ്റ് മാൻ എന്നും മെറ്റാമോർഫോ അറിയപ്പെടുന്നു. ആൻ്റണി ഹാരിഗണാണ് മെറ്റാമോർഫോയായി വേഷമിട്ടിരിക്കുന്നത്. ദി എഞ്ചിനീയർ അതോറിറ്റി എന്ന സൂപ്പർ ഹീറോ ഗ്രൂപ്പിലെ മെയിൻ മെമ്പറാണ് എഞ്ചിനീയർ. നാനോ ടെക്നോളജി ബോഡി ഉപയോഗിച്ച് വ്യത്യസ്തമായ വെപ്പൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എഞ്ചിനീയറുടെ സ്പെഷ്യാലിറ്റി. മരിയ ഗബ്രിയലയാണ് ദി എഞ്ചിനീയർ എന്ന കഥാപാത്രമായി വരുന്നത്. ഈവ് ടെസ്ക് മേക്കർ ലെക്സ് ലൂഥറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് / ലവർ കഥാപാത്രം.
സാറ സെംബേറിയോ ആണ് ഈവായി എത്തുന്നത്. കാറ്റ് ഗ്രാൻഡ്, ഡെയിലി പ്ലാനറ്റിലെ സെലിബ്രിറ്റി ന്യൂസ് ഗോസിപ്പ് കോളനിസ്റ്റ്. CW സൂപ്പർ ഗേൾ സീരീസിൽ കണ്ടവർക്ക് ഏറെ പരിചിതമാണ് ഈ കഥാപാത്രം. മിഖേല ഹോറാണ് കാറ്റ് ഗ്രാൻഡായി അഭിനയിച്ചിട്ടുള്ളത്. ജിമ്മി ഓൾസൺ, സൂപ്പർമാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കഥാപാത്രം, ഫോട്ടോഗ്രാഫർ ഓഫ് ഡെയിലി പ്ലാനറ്റ്. സ്കൈലർ ജിസോണ്ടോ ആണ് ജിമ്മി ഓൾസണായി വേഷമിട്ടിട്ടുള്ളത്. പെറി വൈറ്റ്, ഡെയിലി പ്ലാനറ്റ് പത്രത്തിൻ്റെ ഹെഡ്. വെൻഡൽ PS ആണ് പെറി വൈറ്റായി വേഷമിട്ടിരിക്കുന്നത്. സ്റ്റീവ് ലാംബോർഡ്, ഡെയിലി പ്ലാനറ്റ് പത്രത്തിൻ്റെ സ്പോർട്സ് റിപ്പോർട്ടർ. ബെക്ക് ബെനറ്റ് ആണ് സ്റ്റീവ് ലാംബോർഡ് കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ളത്. റിക് ഫ്ലാക്ക് സീനിയർ, ജെയിംസ് ഗണ്ണിൻ്റെ പീസ് മേക്കറിലും സൂയിസൈഡ് സ്ക്വാഡിലും ഭാഗമായ ആർഗസിൻ്റെ കമാൻഡോ റോളിലാണ് റിക് ഫ്ലാക്ക് സീനിയർ എത്തുന്നത്. ഫ്രാങ്ക് ഗ്രില്ലോ ആണ് റിക് ഫ്ലാക്ക് സീനിയറിൻ്റെ റോൾ അഭിനയിച്ചിട്ടുള്ളത്. മാക്സ്വെൽ ലോഡ്, ലെക്സ് ലൂതറിനെ പോലെ DC കോമിക്സിലെ ബിസിനസ്മാൻ വില്ലൻ. അന്യഗ്രഹി ജീവി ആക്രമണത്തിന് ശേഷം മാക്സ്വെൽ ലോഡിന് മറ്റുള്ളവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റാ ഹ്യൂമൻ എബിലിറ്റി കൂടി ലഭിച്ചിട്ടുണ്ട്. ജെയിംസ് ഗൺ സംവിധാനം ചെയ്ത മാർവൽ മൂവിയായ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ ക്രാഗ്ലിൻ ഒപ്ഫൻഡറി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോൺ ഗൺ ആണ് മാക്സ്വെൽ ലോഡായി ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. ദ കെയ്ജു, സൂപ്പർമാൻ്റെ ഹോം പ്ലാനറ്റായ ക്രിപ്റ്റോണിൽ നിന്നും സർവൈവ് ചെയ്ത മോൺസ്റ്ററാണ് കെയ്ജു. ഈ സിനിമയിൽ സൂപ്പർമാനെ ആക്രമിക്കുന്നതിനായി കെയ്ജുവിനെ ലെക്സ് ലൂതർ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാമാൻ, DC മൾട്ടിവേഴ്സിലെ ഈവിൾ യൂണിവേഴ്സിലുള്ള സൂപ്പർമാനാണ് അൾട്രാമാൻ. ഈ പടത്തിൽ അൾട്രാമാനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രെയിലറിൽ സൂപ്പർമാനെ ആർഗസ് കമാൻഡോസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനിൽ സൈഡിൽ കാണിക്കുന്ന കഥാപാത്രം ഈവിൾ സൂപ്പർമാനായ അൾട്രാമാൻ ആണെന്നാണ് റൂമേഴ്സ്. സൂപ്പർ ഗേൾ, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീരീസിലൂടെ പ്രശസ്തയായ മില്ലി ആൽക്കോക്കാണ് സൂപ്പർ ഗേൾ അഥവാ കാര ഡാൻവേഴ്സായി DC യൂണിവേഴ്സിൽ അഭിനയിക്കുന്നത്. സൂപ്പർമാൻ്റെ കസിനായ സൂപ്പർ ഗേൾ ഇതിൽ കാമിയോയായി എത്തുമെന്നാണ് റൂമറുകൾ. സൂപ്പർ ഗേൾ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ഈ DC യൂണിവേഴ്സിൽ ഇതിനകം അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളിലൊന്നാണ്. സൂപ്പർമാൻ്റെ ബയോളജിക്കൽ ഫാദറായ ജോർ എൽ എന്ന കഥാപാത്രത്തെ ബ്രെഡ്ലി കൂപ്പറും ഭൂമിയിൽ സൂപ്പർമാനെ വളർത്തുന്ന പിതാവായ ജോനാഥൻ കെൻഡായി പ്രുയിറ്റ് ടൈലറും വളർത്തുമാതാവായ മാർത്ത കെൻഡായി നേവ ഹോവലും വേഷമിടുന്നു. ഇത്രയുമാണ് ഈ പടത്തിൽ ഇതുവരെ അനൗൺസ് ചെയ്തതും വരാൻ സാധ്യതയുമുള്ളതുമായ ക്യാരക്ടേഴ്സ്. ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന പീസ് മേക്കറിലെ മറ്റു ക്യാരക്ടേഴ്സ് ഇതിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. സാക്ക് സ്നൈഡർ യൂണിവേഴ്സിന് ശേഷം വലിയ വിവാദങ്ങളിലൂടെയാണ് DCയും വാർണർ ബ്രദേഴ്സും കടന്നു പോകുന്നത്. കോമിക് ബുക്സിനോട് ഏറെ സാമ്യമുള്ള രീതിയിലാണ് ഇതിലെ സ്റ്റോറി ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ജെയിംസ് ഗണ്ണിൻ്റെ അവകാശവാദം. എന്നാൽ പടത്തിലെ CGI ക്വാളിറ്റിയെക്കുറിച്ചും സൂപ്പർമാൻ്റെ സ്ട്രെങ്ത് ഇല്ലായ്മയെക്കുറിച്ചും ഫാൻസിനിടയിൽ ഇതിനകം തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനാൽ ഈ പടം മികച്ച രീതിയിൽ വരിക എന്ന വലിയ വെല്ലുവിളിയാണ് DC സ്റ്റുഡിയോസിൻ്റെ മുന്നിലുള്ളത്. എന്താണ് പടത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഞാൻ പറയാൻ വിട്ടുപോയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇറ്റ്സ് മീ മല്ലു സിനിഫൈൽ സൈനിങ് ഓഫ്.